കേരളത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായിരിക്കുന്ന ഒരു പുതിയ പാർട്ടിയായി അവതരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ പ്രചരണം നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി CJP ഇതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയത്ത് ചില ഭാഗത്ത് വലിയ പ്രതീക്ഷകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണേണ്ടി വരുന്നു? ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുമ്പോൾ BJPയുടെ മറ്റൊരു പതിപ്പായിട്ട് ഇതിനെ നമുക്ക് ഒരു പക്ഷേ കാണാൻ പറ്റും. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് BJP ശക്തമല്ലാത്ത സ്റ്റേറ്റുകളിൽ, അതായത് ഒരിക്കലും പെട്ടെന്ന് BJPക്ക് അങ്ങനെ ക്ലച്ച് പിടിക്കാൻ പറ്റാത്ത സ്റ്റേറ്റുകളിൽ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ BJP വിരുദ്ധ സംവിധാനങ്ങളെ അട്ടിമറിച്ചിടാനുള്ള ഒരു തന്ത്രമായിട്ട് പല സ്ഥലങ്ങളിലും ആം ആദ്മിയെ പയറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന CJP എന്ന് പറയുന്ന ഈ കോക്രോച്ച് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. അതെ അതെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വിഷയം സുതാര്യമായ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് സുതാര്യമായാലല്ലേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഇതിന് വിരുദ്ധമായ ചില നീക്കങ്ങൾ ഉണ്ടോ എന്ന് ജനങ്ങളുടെ ഇടയിൽ സംശയം വരിക എന്ന് പറയുന്നത് തന്നെ അപകടമാണ്. അതുണ്ടാകാനേ പാടില്ല. അതിനാവശ്യമായ ഒരുപാട് നിയമങ്ങളും നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ട്. കാരണം സംശയം പോലും വരാൻ ജനങ്ങൾക്ക് പാടില്ല. പക്ഷെ അവിടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് ഈ മെഷീനുമായി ബന്ധപ്പെട്ട്. പല കഴിഞ്ഞ ഇലക്ഷനുകളൊക്കെ ബന്ധപ്പെടുത്തി ഉണ്ട്, നിലവിലുണ്ടായിട്ടുണ്ട്. അത് വാസ്തവമാണോ അല്ലേ എന്നത് ഇലക്ഷൻ കമ്മീഷനും ഇവിടുത്തെ പാർട്ടികൾക്കൊക്കെ ഉദ്യോഗസ്ഥരും കോടതിയൊക്കെ ഇടപെട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് ഉണ്ടോ ഇല്ലേ എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഈ വിഷയം ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പാർട്ടി ഇത്രയും വലിയ സോഷ്യൽ മീഡിയ തരംഗമായിട്ടുള്ളത്. അപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വന്നത് ഇതേ വിഷയമാണ്. അതായത് ജനങ്ങൾക്കിടയിൽ ഇത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നു. കാരണം പ്രതീക്ഷിക്കാത്ത ചില വിജയങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സുതാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ വോട്ടിംഗ് സംവിധാനങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നു, അത് തുറന്ന് കാണിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ BJP സർക്കാരിനെതിരെയുള്ള ശക്തമായ വെല്ലുവിളികളുമായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. കേജ്രിവാളും ആം ആദ്മി പാർട്ടി വരുന്നത്. പിന്നെ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവായിരുന്ന ആളുകൾ ഭിന്നിച്ച് അങ്ങനെ ഒരു പാർട്ടി അതൊന്നും അല്ല. ഏതാനും ചില ആളുകൾ സമൂഹത്തിൽ ഏത് ആക്ടിവിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ കോടതി ജഡ്ജിമാരായിട്ടോ ഇങ്ങനെയൊക്കെ നിന്നിരുന്ന കുറെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് പാർട്ടി നിലവിൽ വരുന്നത്. കാരണം അതിനൊരു സൈഡും ഇല്ല എന്ന് നിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകളാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പൊ അങ്ങനെ ഇവിടെയും നമ്മൾ എന്ത് കാണുന്നുണ്ട്, അതേ മേറ്ററാണ് ഇവിടെ കാണുന്നത്. അതായത് അണ്ണാ ഹസാരെ ഉണ്ടല്ലോ, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഒരു വലിയ സമരമായിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷെ അണ്ണാ ഹസാരെയുടെ ആ സമരം പരിഹാസ്യമായി. കാരണം അത് BJPക്ക് വേണ്ടിയാണ് എന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടി ആ സമരത്തിന് പ്രസക്തി ഇല്ലാതെ. അതിനുശേഷം ആളാണ് കേജ്രിവാൾ. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാളിന്റെ. അങ്ങനെ പിന്നീടാണ് കേജ്രിവാളിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ പിന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ കേജ്രിവാളിന്റെ സമരമാണ് അവിടെ രണ്ടാമതുണ്ടാകുന്നത്. അപ്പൊ ഇത് അണ്ണാ ഹസാരെയുടെ ഒരു രണ്ടാം പതിപ്പായിരുന്നു കേജ്രിവാളിനായിരിക്കും. പക്ഷെ അത് അണ്ണാ ഹസാരെ പോലെ പരിഹാസ്യമായിട്ടില്ല എന്ന് മാത്രം, അത്രയോ. എന്തായാലും അവിടെ എല്ലാം മുന്നോട്ട് വെച്ച വിഷയം രണ്ടും. അപ്പൊ അണ്ണാ ഹസാരെ മുന്നോട്ട് വെച്ച വിഷയം അത് പരിഹാസ്യമായപ്പോ അതേ വിഷയം മറ്റൊരാൾ ഏറ്റെടുത്ത്, അതായത് ഇനി അത് ക്ലച്ച് പിടിക്കൂല എന്ന് തോന്നിയപ്പോ മറ്റൊരു പതിപ്പ് ആരും അറിയാതെ മറ്റൊന്ന് അവിടെ അവതരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതേപോലെ ആം ആദ്മിക്ക് ഇനി ക്ലച്ചില്ല, അപ്പോൾ ഒരു പുതിയ വേർഷനായിട്ട് CJP എന്ന പേരിൽ വന്നതാണോ എന്ന് നമ്മൾ കൃത്യമായി പറയല്ല. പക്ഷേ സംശയങ്ങൾ ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ അവരുടെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു. ഹാക്ക് ചെയ്തെന്നല്ല, സസ്പെൻഡ് ആയിട്ടുണ്ട്. അതിന് കാരണം എന്തോ ആട്ടെ, അതിന് പറയുന്നത് BJP ഗവൺമെന്റോ മറ്റോ ഒക്കെ സസ്പെൻഡ് ചെയ്യിച്ചതാണ്. BJP ഗവൺമെന്റിന് ഇത് വലിയ തിരിച്ചടിയാണ് ഈ പാർട്ടി എന്ന്. അങ്ങനെ വരുമ്പോഴാണ് BJPയെ വലിയൊരു പ്രശ്നമായി കാണുന്ന ആളുകളെല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ ഏകീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നാൽ അതേ സമയത്ത് ഇവിടെ എക്സ് അക്കൗണ്ട് അല്ലല്ലോ കൂടുതലും സാധാരണക്കാരായ ആളുകൾ
ഒഫീഷ്യലി എക്സ് അക്കൗണ്ടുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാധാരണ ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് യുവാക്കൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മില്യൺ കണക്കിനായി എന്ന് പറയുന്നതും അവിടെയാണ്, എക്സിലല്ല. അങ്ങനെയാണെങ്കിൽ അതല്ലേ ആദ്യം എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ വല്ല തെറ്റായ രീതിയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണല്ലോ ചെയ്യേണ്ടത്. അതെ, ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഫോളോവേഴ്സ് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. മാത്രമല്ല ഇത്രയും വലിയ ഒരു ചലനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ് ചലനം ഉണ്ടാകുമ്പോൾ ഒരിക്കലും എക്സ് അക്കൗണ്ടിന് എലോൺ മാസ്കിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വരുമാനത്തിന്റെ മാർഗമാണത്. അല്ലാതെ എന്തില്ല, ബ്ലോക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ടെററിസ്റ്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളോ അവരുടെ ഏതെങ്കിലും നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സിന് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ കൂടുതലായിട്ടും അങ്ങനെ സ്വീകരിക്കേണ്ടിയിരുന്നത് ഏതായിരുന്നല്ലോ, ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള അക്കൗണ്ടുകളായിരുന്നു. പക്ഷെ അതല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ പോലുള്ള ചില സ്റ്റേറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഡൽഹി മോഡൽ അട്ടിമറിക്കുള്ള ഒരു നീക്കമാണോ? ഡൽഹിയിലെ സാഹചര്യം കോൺഗ്രസ് പോയതോടുകൂടെ BJPക്ക് അവിടെ ഏത് ആം ആദ്മി ഇപ്പൊ എല്ലാം അവർക്ക് നേടാൻ സാധിച്ചു. ഡൽഹി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലാണ്. അവിടെ കോൺഗ്രസ് ആവുകയും ഭരണം അവരുടെ കയ്യിലാവുമ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന പോലെ ഇനി ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അവർക്ക് പിടുത്തമില്ലാത്തതുണ്ടെങ്കിൽ അവിടെയും കൂടെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു വഴി, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കുറിച്ച് വരുന്നത്. തീർച്ചയായും ഇപ്പോൾ പുതിയ ഒരു വാർത്തകൾ പുറത്തു വരുന്നത് നമുക്ക് ഈ CJP പോലെ OJP എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന മുന്നോട്ടിരുന്നത്. അപ്പം ഇങ്ങനെ നിരന്തരം ഓരോ ആളുകൾ ഇങ്ങനെ പുതിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റും സജീവമായി വരുമ്പോൾ അതിൽ വലിയ ഈ OJP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ അതിപ്പോ ഇതുപോലുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇന്നലെയുള്ളൊരു പ്രസ്താവന കണ്ട് നമ്മൾ ഈ CJP നേതാവിന് ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ട്. അതായത് അണ്ണാ ഹസാരെ പരിഹാസ്യനായത് അയാളുടെ BJPയുമായിട്ടുള്ള ബന്ധമായിരുന്നു, രഹസ്യമായ ബന്ധങ്ങളായിരുന്നു. ഇതുപോലുള്ളൊരു ബന്ധമാണ് ഇപ്പൊ എന്ത് ചെയ്തത്. ഇത് ഞാൻ പറയുന്നത് ഇത് സോഷ്യൽ മീഡിയ വലിയ തരംഗമായാലും ഇതൊന്നും ആകാൻ പോകുന്നില്ല. കാരണം കുറച്ചുകൂടെ കേരളത്തിലെ ജനങ്ങളെ പോലുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ജനങ്ങൾ കൂടുതൽ ഉത്ബുദ്ധരാണ്. ഇവിടെ ആം ആദ്മി ചില ആളുകളൊക്കെ അത് ഇവിടെ പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള നീക്കങ്ങൾ എന്ത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. ഞാൻ ഈ ആം ആദ്മി വരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഇതിന്റെ ഇങ്ങനെയുള്ള വശങ്ങൾ സംസാരിച്ചപ്പോൾ അന്ന് എനിക്ക് ആ പാർട്ടിയുടെ ഒരു ജില്ലാ സംവിധാനത്തിലാണ് മീറ്റിംഗ് കൊടുക്കുന്നത്. അവിടുന്ന് എനിക്ക് ഫോൺ വന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് പല ആളുകളും പ്രത്യേകിച്ച് ഈ മുസ്ലിം നേതാക്കളായ പല സംഘടനയിലൊക്കെ നിൽക്കുന്ന പല ആളുകളും അതിനോട് സപ്പോർട്ട് ചെയ്തു വരുന്നൊരു സമയമായിരുന്നു. അപ്പൊ പല ആളുകളും എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, മാസങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ വീണ്ടും വിളിക്കണം എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച ആളുകളിൽപ്പെട്ട 1-2 ആളുകൾ പിന്നെ എന്നെ തിരിച്ചു വിളിച്ചിരുന്നു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. വളരെ കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ചില ഗ്രൂപ്പുകളിൽ പോലും നമുക്കത് നിങ്ങൾ പറഞ്ഞ വിഷയം അതേപോലെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ പാർട്ടികൾ ഇനിയിപ്പോൾ ഇവിടെ കേരളത്തിൽ വരികയെന്ന് സങ്കല്പിക്കാൻ പറ്റും, സാധ്യതയൊന്നുമില്ല, ഞാൻ കാണുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ചില കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതിന് പ്രൊമോഷൻ കൊടുത്താൽ അത് വൈറലാകും, അതിന് മില്യൺ കണക്ക് ഫോളോവേഴ്സൊക്കെ കിട്ടും. അത് അങ്ങനെയാണ് അതിൻ്റെ രീതി. അത് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ ഈ അങ്ങനെ സങ്കല്പിക്കാം, നമ്മൾ ഒരു പാർട്ടിയായി വന്നു സങ്കല്പിച്ചാൽ തന്നെ അതിൻ്റെ നേതാക്കൾ ആരായിരിക്കും? വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിനു വേണ്ടി തന്നെ ഇവിടെ ചില ആളുകൾ, അതായത് ഉള്ളിൽ അവർ BJPക്കാരാണ്, RSS സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും RSSനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ജനാധിപത്യത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കുക. അങ്ങനെയുള്ള ആളുകൾ മുന്നിൽ വരുമ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളാണ് അയാൾ പ്രധാനമായിട്ട് ജനാധിപത്യത്തിന് വേണ്ടി RSSന്റെയും BJPയുടെയും ഒക്കെ ഭരണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ തുറന്നു കാട്ടുന്നു, അതിനകത്ത് ശക്തമായി സംസാരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ അവർ വരുന്നു, അവരെ പിന്നിൽ ഈ ആളുകളൊക്കെ അണിനിരക്കുന്നു. പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാകുന്നു, കുറച്ചു കാലം ഭരിച്ച് പിന്നെ ഇതിങ്ങനെ അതിന്റെ റൂട്ട് മാറി മറ്റു തലങ്ങളിലേക്ക് അത് മാറിപ്പോകും. ഇതാണ് നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഭയപ്പെടാനുണ്ട്. അതാണ് ഇത്തരം പാർട്ടികളൊക്കെ പെട്ടെന്ന് ഉയർന്നു വരുമ്പോൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ അതിലുണ്ട്. കാരണം ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്തരം
പാർട്ടി മുന്നോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെയുള്ള ഒരു വികാര ജീവികളായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്ന് പറയുമ്പോഴേക്ക് ഒന്ന് കാത്തിരിക്കാമല്ലോ, സമയം അയാൾ പറയുന്ന ആശയം ശരിയാണ്, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് എല്ലാം നൽകാൻ നമുക്ക് സമയമായിട്ടില്ലല്ലോ. അപ്പൊ ആ പാർട്ടിയിൽ അംഗമാകുക, പാർട്ടിയുടെ അതിനുവേണ്ടി കൊടി പിടിക്കുക, സമയം ഒന്നുകൂടെ ചിന്തിക്കാലോ, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് മതിയല്ലോ. അല്ല എങ്കിൽ ഇവിടെ നിലവിലുള്ളൊരു സംവിധാനം അട്ടിമറിക്കപ്പെട്ടാലോ. അപ്പൊ അതുപോലും ചിന്തിക്കാത്ത ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നാലും ഇതൊരു വലിയ ആശങ്കയായി തന്നെയാണ്. കാരണം അങ്ങനെ സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ആശങ്കയോടെ ഇപ്പൊ കാണാൻ സാധിക്കുന്നുള്ളൂ.